എന്തായാലും നമുക്ക് ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ സാമ്പത്തിക വിദഗ്ധ ഡോക്ടർ മേരി ജോർജ് കൂടി ചേരുന്നുണ്ട്. നമസ്കാരം മാം. നമസ്കാരം. ഇപ്പോൾ ഡോളർ സൂചികയിലെയും എണ്ണവിലയിലെയും ഇടിവിനെ തുടർന്ന് രാജ്യാന്തര തലത്തിലും സ്വർണ്ണവില ഏകദേശം 3% ഉയർന്നു. അത് കേരളത്തിലും പ്രതിഫലിച്ചിരിക്കുകയാണ്. ഉച്ചയ്ക്ക് ശേഷവും കത്തിക്കയറിയിരിക്കുകയാണ് സ്വർണ്ണവില. ഇന്ന് ഏകദേശം 2160 രൂപയുടെ വ്യത്യാസമാണ് സംഭവിച്ചിരിക്കുന്നത്. ശരിക്കും ആഗോള സംഘർഷങ്ങളുടെ ഒരു സമയത്ത് സ്വർണം സാധാരണ സുരക്ഷിത നിക്ഷേപമാണ്. പക്ഷേ ഇത്തവണത്തെ ഈ ഒരു യുദ്ധസമയത്ത് സ്വർണം ആ നിലയിലല്ല പ്രവർത്തിച്ചിട്ടുള്ളത്. എന്നിരുന്നാൽ പോലും അതിന്റെ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ സ്വർണ്ണവില വീണ്ടും കുതിക്കുന്ന ഒരു ട്രെൻഡ് തന്നെയല്ലേ കാണുന്നത്? തീർച്ചയായിട്ടും. അപ്പോൾ ഈ പ്രാവശ്യത്തെ നമ്മൾ നോക്കിയാല് സ്വർണത്തിന്റെ വിലയില് മുകളിലോട്ട് തന്നെയുള്ള ഒരു കുതിപ്പ് നമ്മൾ കണ്ടില്ല. അതിന്റെ കാരണം എന്താണ്? അതിന്റെ കാരണം ഇറാൻ US യുദ്ധം കയറിയും ഇറങ്ങിയും, അതായത് ഒരു ദിവസം പ്രഖ്യാപിക്കും യുദ്ധത്തിൽ നിന്ന് പിന്മാറുന്നു എന്ന്, അടുത്ത ദിവസം ആ പിന്മാറൽ പ്രഖ്യാപനം വേണ്ടെന്ന് വെച്ച് വീണ്ടും ആരെങ്കിലും മിസൈൽ തൊടുത്തുവിടും. ഈ തരത്തിലുള്ള മുന്നേറ്റം ഐദർ US ഭാഗത്തു നിന്ന്, അതുമല്ലെങ്കിൽ ഇറാന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ വരുന്നത് കൊണ്ടായിരുന്നു സ്വർണത്തിന്റെ വിലയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഇപ്പോ ഇന്നലെ, അതായത് ശരിക്കും യുദ്ധത്തിൽ നിന്ന് പിന്മാറാം എന്നുള്ള ഏകദേശ തീരുമാനമൊക്കെ എത്തിയതിനു ശേഷവും ഇന്നലെ എന്ത് സംഭവിച്ചു? ഇറാന്റെ പേരില് മിസൈൽസ് അമേരിക്കയുമായി ബന്ധപ്പെട്ട, അതായത് UAE, അമേരിക്കയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് അറബ് രാജ്യങ്ങളിൽ UAE എന്ന് പറയുന്നത്. അപ്പൊ UAEയിൽ തന്നെ അവരുടെ എന്താ പറയാ, മിസൈൽസ് അല്ലെങ്കിൽ തന്നെ യുദ്ധോപകരണങ്ങൾ, ഡ്രോൺസും ഒക്കെ പതിക്കുന്നു, അങ്ങനെ നാശമുണ്ടാക്കുന്നു. അങ്ങനെ മനസ്സിലായതുകൊണ്ട് ആണ് സ്വർണത്തിന്റെ വില ഇന്ന് പെട്ടെന്ന് വർദ്ധിച്ചത്. ഇന്ന് രാവിലെ നമുക്കറിയാം സ്വർണത്തിന്റെ വില 1,09,400 ആയിരുന്നു. അതിനുശേഷമാണ് എടുത്തടിച്ചതുപോലെ വർദ്ധിച്ചത്. അപ്പം ഈ യുദ്ധം യഥാർത്ഥത്തിൽ യുദ്ധത്തിൽ നിന്ന് ഇറാനും US വിഡ്രോ ചെയ്താൽ മാത്രമേ സ്വർണത്തിന്റെ വിലയിലേക്ക് അതായത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ ഇപ്പോ സ്വർണം ഒരു വലിയ നിധി പോലെ തന്നെ നിൽക്കുക. 1,09,400 നിന്ന് വീണ്ടും വർദ്ധിച്ചിരിക്കുന്നു. അതൊരു പക്ഷെ നാളെ ഇനിയും വർദ്ധിച്ചേക്കാം. അപ്പൊ സ്വർണം പ്രധാനമായിട്ട് തന്നെ ഒരു പ്രധാനപ്പെട്ട നിധിയായിട്ട് തന്നെ ഇരിക്കുകയാണ്. ആ സമയത്ത് സ്വർണത്തിന്റെ പ്രാധാന്യം കുറയുന്നില്ല എന്ന് തെളിയിക്കുന്നതാണ് നമ്മള് സെൻസെക്സ് നോക്കുക. അതായത് ബോംബെ സൂചിക ഇന്ന് കാണിക്കുന്നത് 251 മൈനസ് ആണ്. 251.5%, 251.60% താഴ്ന്നു പോയിരിക്കുന്നു. അതുപോലെ നമ്മള് നിഫ്റ്റി എടുക്കുകയാണെങ്കിൽ അതും 86.50, അതായത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും നെഗറ്റീവാണ്. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? യുദ്ധത്തിന്റെ കെടുതികൾ തീർന്നിട്ടില്ല, യുദ്ധത്തിന്റെ ആദി തീർന്നിട്ടില്ല. അതുകൊണ്ട് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്നും അതുപോലെ തന്നെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്നും അവരുടെ ഓഹരികൾ വിറ്റൊഴിയുകയാണ് ഇപ്പോഴും. അതായത് യുദ്ധം സമാധാനമായി ഇനി തുടരുകയില്ല എന്നൊരവസ്ഥ വന്നാല് ഈ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആരും വിറ്റൊഴിയുകയില്ല. അവരൊക്കെ ഇവിടെ നിൽക്കും. ഇവര് വിറ്റൊഴിയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം യുദ്ധത്തിന്റെ കെടുതികൾ അല്ലെങ്കിൽ യുദ്ധത്തിനെ പറ്റിയുള്ള ഭീഷണി ഇപ്പോഴും നിലനിൽക്കുന്നു ശക്തമായിട്ട് തന്നെ എന്നതുകൊണ്ടാണ് അവരങ്ങനെ വിറ്റൊഴിയുന്നത്. അതുപോലെ തന്നെ ഇപ്രാവശ്യം നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി കൂടുതൽ നോക്കുകയാണെങ്കിൽ അറിയാം, ഈ വർഷം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഏപ്രിൽ മാസം ആയിട്ടേ ഉള്ളൂ, ഏപ്രിൽ കഴിഞ്ഞു മെയ് ആയിട്ടേ ഉള്ളൂ. അതായത് 6 മാസം പോലും ആയിട്ടില്ല. 5 മാസം കൊണ്ട് തന്നെ 2.5 ലക്ഷം കോടിയുടെ സെയിൽസ് ആണ് നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ വിറ്റൊഴിഞ്ഞത്. 2.5 ലക്ഷം കോടിയുടേതാണ്. സാധാരണ ഒരു വർഷം പോലും 2 ലക്ഷത്തിൽ കൂടുതൽ വിറ്റൊഴിയാറില്ല. അപ്പൊ ഈ വർഷത്തെ ഈ യുദ്ധക്കെടുതി അത്ര സീരിയസ് ആണ് എന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വെയിറ്റ് ചെയ്യാം. യുദ്ധം ഇങ്ങനെ തുടരാൻ പറ്റുകയില്ല. കാരണം അമേരിക്കയ്ക്ക് അകത്ത് നിന്ന് യുദ്ധത്തിനെതിരെ ശബ്ദം ഉയരുന്നുണ്ട്. അതായത് ജനതയുടെ ശബ്ദം, അതുപോലെ തന്നെ മറ്റ് നേതാക്കന്മാരുടെ, പ്രതിപക്ഷ നേതാക്കന്മാരുടെ ശബ്ദം, അതുപോലെ തന്നെ ആഗോള തരത്തിൽ നമുക്കറിയാം ആഗോള വ്യാപാര രംഗത്ത് വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചിട്ടുണ്ട്. എല്ലാ രാജ്യങ്ങൾക്കും വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇന്ത്യ പോലെ
ഇന്ത്യ അതിലെ ഏറ്റവും കൂടുതൽ വീർപ്പുമുട്ടുന്ന ഒരു രാജ്യമായി തീർന്നു. ഇതായിപ്പം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 2.5 ലക്ഷം കോടിയുടെ സഹായം, അതായത് പദ്ധതികളാണ്, സഹായ പദ്ധതികളാണ് എക്സ്പോർട്ടേഴ്സിന്, വ്യാപാര സമൂഹത്തിന് വേണ്ടി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇപ്പൊ പുതിയതായിട്ട് ഇന്നലെ പ്രഖ്യാപിച്ചതാണ്. അതിനിടയിൽ ഒരു സംശയം കൂടെ ചോദിച്ചോട്ടെ, ഇതിൽ കേന്ദ്ര ബാങ്കുകളുടെ ഒരു റോൾ ഉണ്ടല്ലോ. കാരണം ശ്രദ്ധയില്ലാത്ത തീരുമാനങ്ങൾ വലിയൊരു സമ്പദ് വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കാനുള്ളൊരു സാധ്യത ഇല്ലേ നിലനിൽക്കുന്നില്ല. അതുപോലെ തന്നെ സാമ്പത്തിക മേഖലയ്ക്ക് ദോഷമാകാത്ത രീതിയിൽ പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതും അവരുടെ പക്കലുള്ളൊരു സ്വാധീനമാണ്. അപ്പോൾ സ്വർണത്തിന്റെ ഒരു നമ്മൾ എടുത്തു പറയുമ്പോൾ കേന്ദ്ര ബാങ്കുകളുടെ നിലപാടുകളും ഇതിൽ പ്രധാനപ്പെട്ട ഒന്നായി മാറുകയല്ലേ? വളരെ പ്രധാനമാണ് കേന്ദ്ര ബാങ്കുകളുടെ നിലപാട്. ഇപ്പൊ നോക്കൂ, ഇന്നത്തെ വ്യാപാരം നോക്കിയാൽ നമുക്കറിയാം 95.39 രൂപ ഈസ് ഈക്വൽ ടു $1 എന്ന് വെച്ചാൽ ഓരോ ദിവസവും രൂപയുടെ മൂല്യം തലകുത്തി വീഴുകയും പുതിയ റെക്കോർഡുകൾ സൃഷ്ടിക്കുകയും ചെയ്യാണ്. അതായത് ഡോളറിന്റെ മൂല്യം വർദ്ധിക്കുകയും ചെയ്യാണ്. അതുപോലെ തന്നെ ഇപ്പൊ ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ അറബ് കൺട്രീസിന്റെ എല്ലാ രാജ്യങ്ങളുടെയും കറൻസിയുടെ മൂല്യം ഇന്ത്യയുടെ രൂപയുമായി താരതമ്യം ചെയ്താൽ ഒരുപാട് ഉയർന്നിരിക്കുന്നു. അപ്പൊ എന്താ സംഭവിക്കുക? അപ്പൊ നമ്മള് ഗൾഫ് കൺട്രീസിലേക്ക് കയറ്റി അയക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് അവരുടെ കറൻസിയിൽ അവിടെ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് നമ്മൾ വളരെ കൂടുതൽ കൊടുക്കേണ്ടി വരുന്നു. അങ്ങനെ നമ്മുടെ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ്, അതായത് കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് അടവശിഷ്ട ബാക്കി വളരെ കൂടും. അടവശിഷ്ട ബാക്കി കൂടുമ്പോൾ, അതായത് CAD എന്ന് പറയും ചുരുക്കത്തില്. അപ്പൊ അടവശിഷ്ട ബാക്കി കൂടുകയാണെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒന്നുകിൽ കമ്മട്ടത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന സ്വർണം കൊടുത്തു വേണം അടവശിഷ്ട ബാക്കി നേരെയാക്കാൻ. അതുമല്ലെങ്കിൽ അവരാഗ്രഹിക്കുന്ന, ഇപ്പൊ ഡോളറാണ് ചോദിക്കുന്നതെങ്കിൽ ഡോളർ കൊടുക്കണം, അല്ലെങ്കിൽ അറബ് കൺട്രീസിലെ ഏതെങ്കിലും കറൻസിയാണ് എങ്കിൽ ആ കറൻസി കൊടുക്കണം. അങ്ങനെ നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ചിന്റെ സോഴ്സിൽ സൂക്ഷിച്ചിരിക്കുന്ന, അതായത് എല്ലാ സെൻട്രൽ ബാങ്കുകളും സ്വർണവും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട വിദേശ കറൻസികളുടെ ഒരു ശേഖരവും വച്ചിരിക്കും. ഒരു അടവശിഷ്ട ബാക്കി ഇഷ്യൂ ഉണ്ടായാൽ അത് പരിഹരിക്കാൻ വേണ്ടി. അപ്പൊ അങ്ങനെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വെച്ചിരിക്കുന്ന ഈ കറൻസി, സ്വർണം എന്നിവയൊക്കെ പുറത്ത് ഇറക്കിക്കൊണ്ട് വേണം ഈ സമയത്ത് ഈ പ്രശ്നം പരിഹരിക്കാൻ. അങ്ങനെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പോലുമാണ് ഈ കറൻസിയുടെ നമ്മുടെ ഇന്ത്യൻ കറൻസിയുടെ മൂല്യം കുറഞ്ഞു പോകുന്നത്. എന്ന് വെച്ചാല് ഈ US ഇറാൻ യുദ്ധം ഇന്ത്യയെ വളരെ കൂടുതൽ ബാധിച്ചിട്ടുണ്ട് എന്നാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ അടവശിഷ്ട ബാക്കി ഉയരുന്നു എന്ന് വെച്ചാൽ നമ്മുടെ കയറ്റുമതി കുറയുന്നു, നമ്മുടെ ഇറക്കുമതി കൂടുന്നു, ഇറക്കുമതിക്ക് നമ്മൾ കൊടുക്കേണ്ടി വരുന്നത് കൂടുന്നു. ഇതൊക്കെ പ്രശ്നങ്ങളാണ്. അതുകൊണ്ടാണ് ഇപ്പൊ കയറ്റുമതിക്കാരെ സഹായിക്കാൻ വേണ്ടി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 2.5 ലക്ഷം കോടിയുടെ സഹായ വാഗ്ദാനം ഇന്നലെ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തില് നമുക്ക് വിശ്വസിക്കാം സ്വർണത്തിന്റെ വില തൽക്കാലം അധികം കുറയില്ല. ഇങ്ങനെ പൊങ്ങിയും താണും ഇരിക്കും. പക്ഷെ ഇപ്പൊ വേറെ ചില കാര്യങ്ങളുണ്ട്. അതായത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴിയും നിഫ്റ്റി വഴിയും ഒക്കെ സ്വർണം നേരിട്ട് വാങ്ങുകയും വിൽക്കുകയും ചെയ്യാവുന്ന ചില അക്കൗണ്ടുകൾ, നേരത്തെ ഡിമാറ്റ് അക്കൗണ്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അങ്ങനെ അല്ലാതെയുള്ള ചില അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ സ്വർണ്ണ വ്യാപാരം സ്റ്റോക്ക് മാർക്കറ്റുകൾ വഴിയും നടത്താമെന്നുള്ളൊരവസ്ഥയിലേക്ക് മാറുകയാണ്. അത് ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട് വളർന്നു വരുന്നേ ഉള്ളൂ. എങ്കിലും അത് ഈ സ്വർണ്ണ മേഖലയെ തീർച്ചയായിട്ടും സഹായിക്കും. പക്ഷെ അത് വലിയ സ്വർണ്ണ വ്യാപാരികളെയാണ് സഹായിക്കുക. സാധാരണക്കാരായ നമ്മളെപ്പോലുള്ള വ്യക്തികളെയല്ല. നമ്മളൊക്കെ സ്വർണം വാങ്ങുന്നത് ആഭരണമായിട്ട് അങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയാണ്, വ്യാപാര ആവശ്യത്തിനല്ലല്ലോ. അപ്പൊ എന്തായാലും സ്വർണത്തിന്റെ വില തൽക്കാലം, അതായത് ഈ ഇറാൻ US യുദ്ധം പൂർണ്ണ വിരാമത്തിൽ എത്തുന്നത് വരെയും ഇതുപോലെ കയറിയും ഇറങ്ങിയും ഇരിക്കും. നമ്മൾ പഴയതുപോലെ 1 ലക്ഷത്തിന്റെ താഴേക്ക് ഒരു 80,000-ലൊക്കെ അടുത്ത് എത്തി സ്വർണം വിശ്രമിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകണം. നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്മൾ യുദ്ധം തീരട്ടെ എന്ന് പ്രതീക്ഷയോടെ കാത്തിരിക്കുക മാത്രമേ രക്ഷയുള്ളൂ. യുദ്ധം തീരണമെങ്കിൽ US-ഉം ഇറാനും ഒരുപോലെ അംഗീകരിക്കാവുന്ന കരാർ ഉണ്ടാക്കണം. അതിന് US-ഉം തയ്യാറല്ല, ഇറാനും തയ്യാറല്ല. എന്തുകൊണ്ടാണ്? ഇറാന് ആണവ
എന്താണ് പറയുക, ആണവോർജ നിർമ്മാണത്തിന് താല്പര്യമുണ്ട്. അതുപോലെ അമേരിക്ക ആണവോർജ ഇവര് അതായത് ഇറാൻ ആണവോർജം നിർമ്മിക്കരുത് എന്ന് അമേരിക്കയ്ക്ക് നിർബന്ധമുണ്ട്. അതോടൊപ്പം തന്നെ അമേരിക്കൻ ഡോളറിൽ വേണം ഈ ലോകത്തെ മുഴുവനും ഇന്ധനത്തിന്റെ ക്രൂഡ് ഓയിലിന്റെ വിൽപ്പന നടത്താൻ എന്ന ഒരു പിടിവാശിയുണ്ട്. അങ്ങനെയാണ് ഡോളറിനെ ഏറ്റവും ശക്തമാക്കാൻ പറ്റുക. അതും ഇറാൻ ഇഷ്ടമല്ല. ഇറാൻ അങ്ങനെയല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പരസ്പര രണ്ടു കൂട്ടർക്ക് ഒത്തുചേരാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് യുദ്ധം ഇങ്ങനെ നീണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് വെയിറ്റ് ചെയ്യാം അത് കാരണം. തീർച്ചയായും അതിനിടയിൽ മറ്റൊരു കാര്യം കൂടെ, നമ്മുടെ ഈ ഒരു കേരളത്തിലെ ഒരു രീതി, ആ ഒരു ട്രെൻഡ്, ഇപ്പം നമുക്കറിയാം സ്വർണ്ണവില ഇത്ര കൂടി നിൽക്കുകയാണെങ്കിലും കിടപ്പാടം വിറ്റുപോലും സ്വർണം വാങ്ങുന്ന കുറേയധികം മലയാളികൾ നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലോ. പക്ഷെ അവരൊന്നും ചിന്തിക്കുന്നില്ലല്ലോ ഇത്രയധികം ആ ഒരു മാറ്റം, അല്ലെങ്കിൽ ആ ഒരു രീതിയിലൊരു മാറ്റം പ്രതീക്ഷിക്കാമോ? കൂടുതൽ ചിന്തകളിലേക്കും അവരെത്താനുള്ള ഒരു സാധ്യതയുണ്ടോ? കാരണം ഈ 1,00,000-ന് മുകളിലേക്കൊക്കെ വില കൊടുത്ത് സ്വർണം വാങ്ങണമോ അതോ മറ്റേതെങ്കിലും തരത്തിൽ നിക്ഷേപമായി കരുതണമോ എന്നുള്ളൊരു ചിന്താഗതിയിലേക്ക് മാറാൻ സാധ്യതയുണ്ടോ? അതായത് നമ്മുടെ മലയാളികളെ പറ്റി എനിക്ക് എല്ലായ്പ്പോഴും ലജ്ജ തോന്നാറുണ്ട്. 1,260 കോടിയുടെ സ്വർണമാണ് 1,260 കോടി രൂപയുടെ, അതായത് 930 കിലോഗ്രാം സ്വർണമാണ് ഈ വർഷത്തെ അക്ഷയ തൃതീയ ദിനം വാങ്ങിയത്. അത്ര ഭ്രാന്താണ് സ്വർണത്തോട്. എന്തിനാണ് ഈ ഭ്രാന്ത് ഈ സ്വർണത്തോട്? അതൊരു നല്ല നിധിയാണ്. അതായത് ശരിക്കും നമ്മുടെ സമ്പത്ത് സൂക്ഷിച്ചു വെക്കാനും എപ്പോൾ വേണമെങ്കിലും എടുത്തുപയോഗിക്കാനും കൊള്ളാവുന്ന ഒരു 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 സോഴ്സ് ആണത്. അത് തീർച്ചയായും സമ്മതിക്കുന്നു. പക്ഷേ അതിന് വേണ്ടി അത്രത്തോളം വരുമാനം നമുക്കില്ല. സാമ്പത്തിക വ്യവസ്ഥയിൽ നമുക്ക് ഇങ്ങോട്ട് എവിടെ നിന്നും ഇപ്പോഴുള്ള വരുമാനം അല്ലാതെ മറ്റു വരുമാന മാർഗം ഇല്ലാത്ത ആളുകൾ പോലും അവരുടെ കയ്യിലുള്ള പണങ്ങൾ വിറ്റ് സ്വർണം വാങ്ങുകയാണ്. അതെ, അതായത് അങ്ങനെ സ്വർണം വാങ്ങുന്നതാണ് ഞാൻ ഭ്രാന്ത് എന്ന് പറഞ്ഞത്. കാരണം നമ്മുടെ കയ്യിൽ 10 രൂപയുണ്ടായാൽ അത് മൾട്ടിപ്ലൈ ചെയ്യത്തക്ക രീതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റിലേക്ക്, ഒരു സ്റ്റാർട്ടപ്പ് എക്കോ സിസ്റ്റത്തിലേക്ക് പോകാൻ നമുക്ക് താല്പര്യമില്ല. കാരണം നമുക്ക് അധ്വാനിക്കാൻ ഇഷ്ടമില്ല. സ്വർണ്ണമാണെങ്കിൽ വാങ്ങിച്ച് കവറിലിട്ട് വെച്ചിരുന്നാല് കള്ളൻ കൊണ്ടുപോയില്ലെന്നുണ്ടെങ്കിൽ വില കൂടുമ്പോൾ വിറ്റ് ലാഭം ഉണ്ടാക്കാം. നേരെ മറിച്ച് നമ്മളെ ഒരു നാളികേര ബിസിനസ് തുടങ്ങുന്നു എന്നിരിക്കട്ടെ, അതായത് നാളികേരത്തിന്റെ വാല്യൂ അഡീഷൻ, വെർജിൻ കോക്കനട്ട് ഓയിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കുന്ന ഒരു ബിസിനസ്. ആ ബിസിനസ്സിൽ നമ്മൾ കുറച്ച് കഷ്ടപ്പെടണം, നമ്മുടെ ബുദ്ധി ഉപയോഗിക്കണം. അങ്ങനെ ബുദ്ധി ഉപയോഗിക്കാനോ കഷ്ടപ്പെടാനോ യാതൊരു താല്പര്യവും മലയാളികൾക്കില്ല. പണ്ടത്തെ മലയാളി അല്ല. പണ്ടത്തെ മലയാളി ഗൾഫിൽ പോയും നമുക്കറിയാം മറ്റ് രാജ്യങ്ങളിലൊക്കെ പോയി കഷ്ടപ്പെട്ടാണ് ഈ നാട്ടിലേക്ക് പണം അയച്ചിരുന്നത്. ഇപ്പൊ അവർക്ക് ആർക്കും, ഇപ്പൊ മലയാളികളായിട്ട് ഇവിടെയുള്ള യുവജനങ്ങൾക്ക്, യുവാക്കൾക്ക് അങ്ങനെ അധ്വാനിക്കാനോ പണം ഉണ്ടാക്കാനോ താല്പര്യമില്ല. അപ്പൊ കിട്ടുന്ന പൈസ കൊണ്ട് ഇപ്പൊ പെൺകുട്ടിയാണെങ്കിൽ കല്യാണം കഴിച്ചയക്കുമ്പോ വീട്ടിൽ നിന്ന് ഒരു 50 പവൻ കിട്ടിയാൽ ആ 50 പവൻ ഒരു നിക്ഷേപമായിട്ട് സൂക്ഷിച്ച് അതുകൊണ്ട് എങ്ങനെ ജീവിക്കാം ജീവിതകാലം മുഴുവനും, അതിൽ നിന്ന് ഒരു ഭാഗം വിറ്റ് കാറ് മേടിക്കുക, ഒരു ഭാഗം വിറ്റ് വീട് വയ്ക്കുക. ഈ തരത്തിലുള്ള ഇമാജിനേഷനുമായിട്ടാണ് ഇപ്പോഴത്തെ യുവജനത മുന്നോട്ട് പോകുന്നത്. ഈ സംസ്കാരം തന്നെ തീർച്ചയായിട്ടും കേരളത്തിൽ നിന്ന് മാറണം. എങ്കിൽ മാത്രമേ കേരളത്തിന്റെ എന്താ പറയുക, കേരളത്തിലെ ഒരു ശരാശരിക്കാരന്റെ ജീവിതത്തിന് അർത്ഥം ഉണ്ടാവുകയുള്ളൂ. പ്രതികരിച്ചില്ല. എന്തായാലും സ്വർണം വാങ്ങുന്നതിൽ കൃത്യമായ പ്ലാനിങ്ങോട് തന്നെ സ്വർണം വാങ്ങുക. അത്രത്തോളം വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം, അത്രത്തോളം സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിൽ മാത്രം നിലവിലെ സാഹചര്യത്തിൽ സ്വർണം വാങ്ങുക. കാരണം ഉച്ചയ്ക്ക് ശേഷവും എല്ലാം സ്വർണ്ണവില വലിയ മാറ്റമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഏകദേശം 2 തവണയായി പവൻ വിലയിൽ ഉണ്ടായത് 2160 രൂപയുടെ വർധനവാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.